തമിഴ്നാട് നിയുക്ത മുഖ്യമന്ത്രി ശശികലയ്ക്കെതിരെ അപ്രതീക്ഷിത പടനീക്കവുമായി പനീർസെൽവം. ജനങ്ങൾക്കിഷ്ടമില്ലാത്തയാൾ മുഖ്യമന്ത്രിയാകുന്നതിന് യോജിപ്പില്ലെന്ന് പനീർസെൽവം തുറന്നടിച്ചു. ഒറ്റയ്ക്ക് നിന്ന് പോരാടുമെന്നും പനീർസെൽവം പറഞ്ഞു. തന്നെ ജയലളിതയാണ് മുഖ്യമന്ത്രിയാക്കിയതെന്നും തന്റെ രാജിക്ക് സമ്മർദ്ദമുണ്ടായെന്നും പനീർസെൽവം പറഞ്ഞതോടെ അണ്ണാ DMK രാഷ്ട്രീയം പൊട്ടിത്തെറിയിലേക്ക്. പനീർസെൽവത്തിന് പിന്നിൽ DMK ആണെന്ന് ശശികല ആരോപിച്ചു. ജനങ്ങൾ തനിക്കൊപ്പമാണെന്നും ശശികല പറഞ്ഞു. ശശികലയുടെ വാക്കുകളിലേക്ക്. പ്രജീഷ് കൈപ്പള്ളിയോട് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രജീഷ്, നിർണായകമായൊരു വഴിത്തിരിവാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ AIADMK-യിൽ ഉണ്ടായിരിക്കുന്നത്. പകരക്കാരനായി മാത്രം കണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ ശശികലയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഇനി ഈ നിലയ്ക്ക് തനിക്ക് മുന്നോട്ട് പോകാനാവില്ല, പശ്ചാത്താപം തോന്നുന്നു എന്ന്. ശശികല മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പനീർസെൽവത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തലിനെ ഏത് രീതിയിലാണ് കാണേണ്ടത്? തീർച്ചയായും ഗ്രീഷ്മ, ഏറെ നിർണായകമായ വഴിത്തിരിവുകളിലൂടെയാണ് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയം AIADMK രാഷ്ട്രീയം കടന്നുപോകുന്നത്. ആഭ്യന്തര യുദ്ധം, ആഭ്യന്തര പോര് കൂടുതൽ രൂക്ഷമാകുന്നു എന്ന തരത്തിലേക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം PH പാണ്ഡ്യൻ മുതിർന്ന നേതാവ് പരസ്യ പ്രസ്താവന നടത്തി. അതിനുശേഷം ഇപ്പോഴാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ O പനീർസെൽവം ശക്തമായി തന്നെ ശശികലയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചത്. കഴിഞ്ഞ രാത്രി നടത്തിയ പ്രസ്താവനകൾ തീർത്തും ശശികലയെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ മനഃപൂർവ്വം രാജിവെപ്പിക്കുകയായിരുന്നു. AIADMK-യുടെ ജനറൽ സെക്രട്ടറി പദം ശശികലയ്ക്ക് നൽകാൻ ജയലളിത ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല തുടങ്ങി ജയലളിതയെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം O പനീർസെൽവം പ്രസ്താവനയാണ് നടത്തിയത്. ഇന്നിപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ പല തീരുമാനങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ന് തമിഴകം സാക്ഷ്യം വഹിച്ചേക്കാം. ഇന്ന് രാവിലെ 9:30 AIADMK-യുടെ യോഗം ശശികല വിളിച്ചേർത്തിട്ടുണ്ട്. പോയസ് ഗാർഡനിൽ രാവിലെ 9:30 MLA-മാരോട് എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ MLA-മാരിൽ 40 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് പനീർസെൽവം അവകാശപ്പെടുന്നത്. ഈ അവകാശവാദം പൂർത്തീകരിക്കാനായാൽ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ, അതായത് ഭരണമാറ്റം അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. 40 MLA-മാരെ ഒപ്പം നിർത്തി കഴിഞ്ഞാൽ DMK-യുടെ ബാക്കി ഉള്ള 98 MLA-മാരുടെ കൂടി പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞാൽ പനീർസെൽവത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ, MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ തനിക്ക് താൻ രാജി പിൻവലിച്ചേക്കുമെന്ന സൂചനയാണ് പനീർസെൽവം കഴിഞ്ഞ രാത്രി നൽകിയത്. ഏറെ നിർണായകമായ രാഷ്ട്രീയ ചലനങ്ങൾക്കൊപ്പം തന്നെ DMK-യും കരുക്കൾ ആ അർത്ഥത്തിൽ തന്നെ നീക്കിയാണ്. ഇന്ന് സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ പ്രധാനമന്ത്രിയെ കാണാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി ദില്ലിയിൽ ഇല്ല എന്നുള്ളതിനാൽ ഇന്ന് തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം സ്റ്റാലിൻ തിരിച്ചു പോയിട്ടുണ്ട്. എങ്കിലും വ്യക്തമായ റിപ്പോർട്ട് ഗവർണർക്കും ഒപ്പം രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് DMK-യും കോൺഗ്രസും അത്തരമുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു. അതേസമയം BJP ആകട്ടെ, കേന്ദ്രം ഭരിക്കുന്ന BJP വളരെ കാര്യങ്ങളെ വ്യക്തതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. തമിഴ് രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ചുവടുറപ്പിക്കാനുള്ള BJP-യുടെ നീക്കങ്ങൾക്ക് കൂടുതൽ ഒരുങ്ങുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് DMK-യും മുൻനിർത്തി പനീർസെൽവത്തെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങളും എന്തായാലും BJP-യും നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ 9:30 പോയസ് ഗാർഡനിലേക്ക് എത്തുന്ന MLA-മാർക്ക് MLA-മാരൊക്കെയും തനിക്കൊപ്പമാണെന്ന അവകാശവാദമാണ് ശശികല രാവിലെ തന്നെ പുലർച്ചെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതേസമയം MLA-മാരിൽ വലിയ വിഭാഗം, തമ്പിദുരൈ അടക്കമുള്ളവരുടെ പിന്തുണ എന്തായാലും ശശികലയ്ക്ക് ഉണ്ട് എന്നുള്ളതും പനീർസെൽവത്തിന്റെ വാക്കുകളെ ഒരു പ്രതിരോധത്തോടു കൂടി ഒരുപക്ഷെ കാണേണ്ടി വരും. വലിയ വെല്ലുവിളി തന്നെയാണ് എന്തായാലും പനീർസെൽവത്തിന് മുന്നിലുള്ളത്. 40 MLA-മാരുടെ അടക്കം പിന്തുണ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ഒപ്പമുള്ളവരെ കൂട്ടിച്ചേർക്കണം, ഒപ്പം നിർത്തണം എന്നുള്ള ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിന് വരുന്നു. താൻ തനിച്ച് തന്നെ പോരാടുമെന്ന തുടരുക. ഇപ്പോൾ ശശികലയുടെ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം തിരികെ എത്താം. பக்கத்திலேயே பார்த்துட்டு பேசிக்கொண்டுதான் இருந்தார். அப்படி പ്രജീഷ്, ഏതായാലും ശശികലയും ഉറച്ചു തന്നെയാണ് പാർട്ടിയിൽ നിന്ന് പനീർസെൽവത്തെ പുറത്താക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ശശികലയും പറയുന്നത്. ശശികല മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ ഇരുന്നത് മുതിർന്ന നേതാക്കളുടെ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ്. പ്രവർത്തകരുടെയോ അണികളുടെയോ പിന്തുണ പൂർണ്ണമായും അവർക്കില്ലായിരുന്നു. ഇപ്പോൾ പനീർസെൽവം തന്നെ അവർക്കെതിരെ ആഞ്ഞടിച്ചൊരു സാഹചര്യത്തിൽ ശശികല മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്?
തീർച്ചയായും പല ഘടകങ്ങളാണ് ശശികലയ്ക്കെതിരെ വെല്ലുവിളിയായി വരുന്നത്. അടുത്ത ആഴ്ച വരാൻ പോകുന്ന സുപ്രീം കോടതിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിധി അത് ശശികലയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കിയേക്കുമെന്ന വ്യക്തമായ സൂചന അറ്റോർണി ജനറൽ നിയമോപദേശത്തിലൂടെ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ തൽക്കാലം നടത്തേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഗവർണർ പോയത്. ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന നിയമതലത്തിൽ നിന്നുള്ള വെല്ലുവിളി ഒപ്പം അത് രാഷ്ട്രീയമായി തന്നെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പനീർശെൽവം മുന്നോട്ട് വരുന്നു. പനീർശെൽവത്തിന്റെ ഈ തുറന്നു പറച്ചിൽ എന്തായാലും പനീർശെൽവത്തിന് തൊട്ട് പിന്നിലായി നിരവധി നേതാക്കൾ പനീർശെൽവത്തിന് പരോക്ഷ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ADMKയിൽ നമുക്ക് വ്യക്തമാകാൻ കഴിയുന്ന സാഹചര്യം. തമ്പി ദുരൈ അടക്കമുള്ള ചില ആളുകൾ അവർക്കൊക്കെയും തന്നെ ശശികലയുടെ നീക്കങ്ങളെ വരാൻ പോകുന്ന സുപ്രീം കോടതി വിധിയൊക്കെ അവരൊക്കെ തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. വലിയ നേതാക്കൾ PH പാണ്ഡ്യയെ പോലെയുള്ള ജയലളിതയ്ക്കൊപ്പം നിന്ന MGR-നൊപ്പം നിന്ന നേതാക്കന്മാർ മുതിർന്ന നേതാക്കളൊക്കെയും തന്നെ വലിയ പ്രവർത്തകരൊക്കെയും അരക്ഷിതരാണ്. ശശികലയോട് താല്പര്യമില്ലാത്ത ഒട്ടനവധി നേതാക്കൾ ഇവരൊക്കെയും തന്നെ പനീർശെൽവത്തിന്റെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുമോ എന്നുള്ളതാണ് ഇന്ന് രാവിലെ കാണേണ്ടത്. പനീർശെൽവം ഇത്തരം ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് വലിയ നേതാക്കളുടെയും പാർട്ടി MLA-മാരുടെ മുതിർന്ന MLA-മാരുടേത് അടക്കമുള്ള പിന്തുണ തനിക്കുണ്ട്. ഇക്കാര്യത്തിൽ ജയലളിതയുടെ ഇംഗിതത്തിന് മുന്നിൽ അവരൊക്കെ തന്നെ ജയലളിത സ്വീകരിച്ച നിലപാടുകളെ അംഗീകരിച്ചുകൊണ്ട് തനിക്കൊപ്പം നിൽക്കുമെന്ന വലിയ ഒരു പ്രതീക്ഷയാണ് പനീർശെൽവത്തിന് മുന്നിലുള്ളത്. എന്തായാലും രാവിലെ 9:30 പോയസ് ഗാർഡനിലെ നീക്കങ്ങൾ ഏറെ നിർണായകമായിരിക്കും. ഗവർണർ ഇതുവരെയും തിരിച്ച് അദ്ദേഹം മുംബൈയിൽ നിന്നും ഇന്നും തമിഴ്നാട്ടിലേക്ക് എത്തില്ലെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ എന്തായാലും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിനെ മുതലെടുക്കാനുള്ള നീക്കങ്ങളാണ് എന്തായാലും BJP നടത്തുന്നത്. രാവിലെ 9:30 MLA-മാരോട് മുഴുവൻ MLA-മാരോടും പോയസ് ഗാർഡനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം 9:30 നടക്കുന്ന യോഗം എന്തായാലും ഏറെ നിർണായകമായിരിക്കും. ഗ്രീഷ്മ, പ്രജീഷ്, പനീർശെൽവത്തിന്റെ രാജി ഗവർണർ സ്വീകരിച്ചതാണ്. അതായത് പകരം ഒരു സംവിധാനം വരുന്നതുവരെ തുടരാൻ മാത്രമാണ് ഗവർണർ പറഞ്ഞത്. ശശികലയുടെ സത്യപ്രതിജ്ഞയും അവതാളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും പുറമെ മൂന്നാമതൊരാൾ ഈ ഒരു പദത്തിലേക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായും തമിഴ് രാഷ്ട്രീയത്തിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MLA-മാരെ ഒപ്പം നിർത്തുക, കൂടുതൽ MLA-മാരെ ഒപ്പം നിർത്തുക എന്ന് തന്നെയായിരിക്കും ഈ പനീർശെൽവത്തിന് മുന്നിലുള്ളതും. DMK അടക്കമുള്ള 98 അംഗങ്ങളുള്ള DMK ഒപ്പം 40 പേരുടെ കൂടി പനീർശെൽവത്തിന് പിന്തുണ ഉണ്ടെങ്കിൽ അവരെ ഒപ്പം നിർത്തി കേവല ഭൂരിപക്ഷം മറികടക്കുക ADMKയുടെ സംഖ്യയ്ക്ക് അപ്പുറത്തേക്ക് എത്താൻ കഴിഞ്ഞാൽ ഗവർണറുടെ മുന്നിലേക്ക് ഇന്നോ നാളെയോ പനീർശെൽവം പോയേക്കാം, അവകാശവാദം ഉന്നയിച്ചേക്കാം. അങ്ങനെയെങ്കിൽ വിശ്വാസ വോട്ട് തേടാൻ ഗവർണർ പനീർശെൽവത്തോട് ആവശ്യപ്പെടും. ഈ സാഹചര്യത്തിൽ 40 MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മറ്റു കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽ എന്തായാലും വരില്ല. കാര്യങ്ങളെല്ലാം തന്നെ പനീർശെൽവത്തിന് അനുകൂലമായി വരും. അങ്ങനെയെങ്കിൽ ഗവർണർ പനീർശെൽവത്തോട് ആവശ്യപ്പെട്ടേക്കാം, വിശ്വാസ വോട്ട് തെളിയിക്കാൻ ആവശ്യപ്പെട്ടേക്കാം. അത് വലിയൊരു രാഷ്ട്രീയ കടമ തന്നെയായിരിക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ MLA-മാർ സ്വീകരിക്കുന്നില്ല. അതേസമയം മണ്ണാർഗുഡി മാഫിയ ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കൂടുതൽ MLA-മാരെ ഇന്നലെ രാത്രി മുഴുവൻ തന്നെ നീക്കങ്ങൾ പോയസ് ഗാർഡനിൽ കൂടുതൽ അംഗങ്ങളൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകരും മണ്ണാർഗുഡിയിലെ നടരാജന്റെ ഏറ്റവും അടുത്ത അനുയായികൾ അടക്കമുള്ളവർ പോയസ് ഗാർഡനിൽ എത്തിയിരുന്നു. കൂടുതൽ MLA-മാരെ ഒപ്പം നിർത്താനുള്ള കുതിരക്കച്ചവടം തന്നെയാണ് ഇപ്പോൾ ചെന്നൈയിൽ നടക്കുന്നത്. കൂടുതൽ പേരെ ഒപ്പം നിർത്തുക, 40 MLA-മാർ ഉണ്ട് എന്ന് പനീർശെൽവം അവകാശപ്പെടുന്ന അവരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളാണ് രാവിലെ നടത്തുന്നത്. എന്തായാലും പ്രവർത്തകരിലെ വലിയൊരു വിഭാഗം ആളുകൾ എന്തായാലും ശശികലയ്ക്ക് എതിരെ നിൽക്കുന്നു. ശശികലയുടെ നിലപാടുകളെ അംഗീകരിക്കാതെ പരസ്യ പ്രസ്താവന ഇതുവരെ നടത്താതെ നിൽക്കുന്നവർ അടക്കം ഇന്ന് രാവിലെ തന്നെ പരസ്യ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നേക്കാം. ഇത്തരത്തിൽ തമിഴ് രാഷ്ട്രീയം കുഴഞ്ഞു മറിയുമ്പോഴാണ് BJP അടക്കമുള്ളവർ വ്യക്തമായ ഒരു രാഷ്ട്രീയ നീക്കം ഇക്കാര്യത്തിൽ നടത്തുന്നത്. DMK സ്റ്റാലിൻ അടക്കമുള്ളവർ മുന്നോട്ട് വന്നുകൊണ്ട് എന്തായാലും സ്റ്റാലിൻ അടക്കമുള്ളവർ മറ്റൊരു തലത്തിലേക്ക് പോകാതെ പനീർശെൽവത്തെ ഒപ്പം നിർത്തുക, കോൺഗ്രസിന്റെ കൂടി നിലപാട് പനീർശെൽവത്തിന് ഗുണകരമായി വന്നേക്കും. എന്തായാലും പിളർപ്പ് എന്നത് ADMKക്ക് അത് നിലനിൽക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ADMKയുടെ ട്രഷറർ സ്ഥാനത്ത് നിന്നാണ് ഇന്ന് പനീർശെൽവത്തെ പുറത്താക്കിയിരിക്കുന്നത് ശശികല. അതുകൊണ്ട് തന്നെ പനീർശെൽവം പുറത്തേക്ക് പോവുകയും ഒപ്പമുള്ളവരെ കൂട്ടുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ പാർട്ടി പിളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഒപ്പം ദീപയുടെ നീക്കങ്ങൾ കൂടി എല്ലാവരും രാഷ്ട്രീയമൊക്കെ തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട്. ദീപ ജയകുമാർ പാർട്ടി 24-ന് പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിനു മുൻപ് വരുന്ന എല്ലാ ചലനങ്ങളും ശശികലയെ കേന്ദ്രീകരിച്ചായിരിക്കും. ശശികലയ്ക്ക് വലിയ സമ്മർദ്ദം തന്നെ ഉണ്ടായിക്കൊണ്ടാണ് ഇപ്പോൾ പനീർശെൽവത്തിന്റെ നീക്കങ്ങൾ. അത് വലിയ തിരിച്ചടി എന്തായാലും ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന.
ശരി. തമിഴ്നാട് നിയുക്ത മുഖ്യമന്ത്രി ശശികലയ്ക്കെതിരെ അപ്രതീക്ഷിത പടനീക്കവുമായി പനീർസെൽവം. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തയാൾ മുഖ്യമന്ത്രിയാകുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്ന് പനീർസെൽവം തുറന്നടിച്ചു. വിവരങ്ങളാണ് പ്രജീഷ് കൈപ്പള്ളി നൽകിയത്.